ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.3-ലെ തേർഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ബിറ്റാണ്. പ്രൂവ് ദാറ്റ് 7√5 ആർ ഇറാഷണൽ. 7√5 ഇറാഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മളതിൻ്റെ കോൺട്രറി മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 7√5 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ 7√5 റാഷണൽ ആണെങ്കിൽ നമുക്ക് 7√5-നെ എന്ത് ഫോമിൽ എഴുതാം? p/q എന്നുള്ള ഫോമിൽ എഴുതാം. 7√5 is equal to p/q, where p and q are co-prime integers and q are co-prime integers. ഇനി √5 is equal to, ഈ √5-നെ നമ്മളിവിടെ നിർത്തി 7-നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ p/7q. ഇപ്പം നിങ്ങൾ നോക്കൂ, LHS സൈഡിൽ √5-ഉം RHS സൈഡിൽ p/7q എന്നുമാണ് അല്ലേ. LHSൽ √5-ഉം RHS സൈഡിൽ എന്താ p/7q എന്നാണ്. അപ്പോൾ LHS എന്ന് പറയുന്നത് LHS is equal to √5 ആണ്. LHS എന്ന് പറയുന്നത് ഇറാഷണൽ ആണ്. LHS is equal to ഇറാഷണൽ. RHSോ RHS is റാഷണൽ. RHS is equal to റാഷണൽ. കാരണം റാഷണൽ ആയത് എന്തുകൊണ്ടാണ്? p/7q, പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ p/7q is a റാഷണൽ നമ്പർ. But √5 is irrational number. അല്ലേ? സോ LHS നോട്ട് ഈക്വൽ ടു RHS. LHS എന്തല്ല? RHSന് ഈക്വൽ അല്ല. LHS is not equal to RHS. So our assumption is wrong. Our assumption is wrong. Is wrong. And we conclude that 7√5 is irrational. 7√5 എന്താന്ന് കൺക്ലൂഡ് ചെയ്തു? ഇറാഷണൽ ആണെന്ന് കൺക്ലൂഡ് ചെയ്തു. ആൻഡ് വി കൺക്ലൂഡ് ദാറ്റ് 7√5 is irrational. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് 7√5 ആർ ഇറാഷണൽ എന്നായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ കോൺട്രറി ആയ 7√5 റാഷണൽ ആണെന്ന് ഇമാജിൻ ചെയ്തു. സോ 7√5 is equal to p/q. സോ √5 is equal to p/7q. ഇപ്പോൾ നമുക്ക് LHSൽ നോക്കിയാൽ അറിയാം, LHSൽ കിടക്കുന്നത് √5 ആണ്. അത് ഇറാഷണൽ നമ്പറാണ്. RHSൽ പിയും ക്യൂവും കോപ്രൈം ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ p/q എന്ന് പറയുന്നത് റാഷണൽ നമ്പറാണ്. So LHS is not equal to RHS. So our assumption is wrong and we conclude that 7√5 is irrational. അപ്പോൾ നമുക്ക് 7√5 ഇറാഷണൽ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 6 + √2. ഈ തേർഡ് സെറ്റിൽ തന്നെ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 + √2 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ 6 + √2. നേരത്തെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെ. ലെറ്റ് us assume to the contrary that 6 + √2 is rational. 6 + √2 റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. Let us assume to the contrary that 6 + √2 is rational. അപ്പോൾ റാഷണൽ ആണെങ്കിൽ സോ 6 + √2-നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 + √2 is equal to p/q. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശരിക്കും പ്രോപ്പർ സ്റ്റെപ്സ് എഴുതണം. വേർ p and q are co-prime integers. q are co-prime integers. And q not equal to 0. And q not equal to 0. ഓക്കെ, ക്യൂ എന്തല്ല? സീറോയുമല്ല. സോ √2 is equal to, √2-നെ മാത്രം നമ്മളവിടെ LHSൽ നിർത്തി. √2 is equal to p/q. ഈ 6 അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ -6, p/q -6.
then we can take LCM. So root 2 is equal to P minus 6Q by Q. P minus 6Q by Q. ഇനിയിപ്പോൾ നോക്കൂ, LHS എന്ന് പറയുന്നത് എന്താ? റൂട്ട് 2 ആണ്. റൂട്ട് 2 ഈസ് ഇറാഷണൽ നമ്പർ. റൂട്ട് 2 എന്താണ്? ഇറാഷണൽ ആണ്. P മൈനസ് 6Q by Q റാഷണൽ നമ്പർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് P ആൻഡ് Q ആർ ഇൻറ്റീജേഴ്സ്, P and Q are integers, P minus 6Q by Q is a rational number. Is a rational number. P minus 6Q by Q എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. ബട്ട് റൂട്ട് 2 ഈസ് ഇറാഷണൽ നമ്പർ. റൂട്ട് 2 എന്ത് നമ്പറാ? ഇറാഷണൽ നമ്പറാണ്. Irrational number. So our assumption LHS not equal to RHS. LHS is not equal to RHS. LHS ഉം RHS ഉം ഈക്വൽ അല്ല. So our assumption is wrong. Our assumption is wrong. Our assumption is wrong. And we conclude that that 6 plus root 2 is irrational. 6 plus root 2 irrational ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസിലുള്ള ഈ ടൈപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ഷുവറാണ്. എല്ലാം സെയിം മെത്തേഡാണ്. എല്ലാ ക്വസ്റ്റ്യനും സെയിം മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഇറാഷണാലിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് എക്സസൈസാണ്. ബോർഡ് എക്സാമിന് ഇതുന്ന ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിക്കും ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 6 പ്ലസ് റൂട്ട് 2 ആണ് ക്വസ്റ്റ്യൻ. 6 പ്ലസ് റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോൺട്രറി നമ്മളെടുത്തു. 6 പ്ലസ് റൂട്ട് 2 റാഷണൽ ആണെന്ന് എടുത്തു. റാഷണൽ ആണെങ്കിൽ നമുക്കത് P by Q ഫോമിൽ എഴുതാം. സോ 6 പ്ലസ് റൂട്ട് 2 is equal to P by Q. ഇനി റൂട്ട് 2 is equal to P by Q minus 6. സോ റൂട്ട് 2 is equal to നമ്മൾ LC എടുത്തു, P minus 6Q by Q. So since P and Q are integers, P minus 6Q by Q is a rational number. But root 2 is irrational number. അപ്പോൾ LHS സൈഡിൽ ഇറാഷണലും RHS സൈഡിൽ നമുക്ക് റാഷണൽ നമ്പറുമാണ് കിട്ടിയത്. So LHS not equal to RHS. So our assumption is wrong and we conclude that 6 plus root 2 is irrational. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ എക്സസൈസ് 1.3 ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.